വി എസ് ശിവകുമാർ തുടർന്നു. ഇപ്പോൾ മോട്ടോർ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതാവായ ശ്രീ യു പോക്കർ നമ്മോടൊപ്പം തുടരുന്നുണ്ട്. ശ്രീ യു പോക്കർ, ഒരുപക്ഷെ മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ അഭ്യർത്ഥന, ഇപ്പോൾ ഗതാഗത മന്ത്രി നടത്തിയ അഭ്യർത്ഥന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര മന്ത്രി എ കെ ആന്റണി ഇന്ന് പറഞ്ഞത് വളരെ വിഷമത്തോടു കൂടി എടുത്തൊരു തീരുമാനം, സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ടാണ് ഇത്തരം ജനങ്ങളെ വേട്ടയാടപ്പെടുന്ന ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് എന്ന് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളം കാട്ടിയ മാതൃക കാട്ടണമെന്ന് മറ്റ് സംസ്ഥാനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത ഈ സംസ്ഥാനത്ത് തന്നെ ഇങ്ങനെ ഒരു സമരത്തിൻ്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ഉയരുന്നത്. ഇവിടെ ഒരു സ്വാഭാവിക പ്രതികരണം എന്നുള്ള നിലയിൽ കേരളത്തിലെ തൊഴിലാളി സംഘടനകൾ മാത്രമല്ല, ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ സംഘടനകളും മറ്റ് ബഹുജന സംഘടനകളുമൊക്കെ ഈ അടിക്കടിയുള്ള പെട്രോൾ ഡീസൽ വിലവർധന ഒഴിവാക്കുന്നതിന് സ്വീകരിക്കാവുന്ന നടപടികളെ സംബന്ധിച്ച് യാതൊരുവിധ നീക്കവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഒരു കൂട്ടായ്മ, കേരളത്തിലെ തൊഴിലാളി സംഘടനകൾ ഇതിനെ കാലാകാലങ്ങളിലായിട്ട് എല്ലാ ഗവൺമെൻറ്റുകളുടെ കാലത്തും ഇത്തരം പ്രതികരണങ്ങൾ നടത്താറുണ്ട്. ആ പ്രതികരണങ്ങളൊക്കെ ഒരു യോജിച്ച സമീപനത്തിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിലെ തൊഴിലാളികളെയും സാധാരണക്കാരെയും ബാധിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ള നിലയിലാണ് ഇതിനെ കാണുന്നത്. പക്ഷേ അതിൻ്റെ മറവിൽ ഇന്ന് ഇവിടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അക്രമവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നശീകരണ പ്രവർത്തനങ്ങളെയും കേരളത്തിലെ തൊഴിലാളി സംഘടനകൾ ഒരിക്കലും അനുകൂലിക്കില്ല. പ്രത്യേകിച്ചും KSRTC പോലുള്ള ഒരു സ്ഥാപനങ്ങൾ, അത് തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും പ്രതീകമാണ്. അത് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പക്ഷേ അത് നശിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളോട് ഒരിക്കലും യോജിക്കാനാവില്ല എന്ന് ഞാൻ വ്യക്തമാക്കുകയാണ്. നിങ്ങളുടെ സംഘടന, നിങ്ങളുടെ കൂട്ടായ്മ ആഹ്വാനം ചെയ്തിരിക്കുന്ന സമരം, ശ്രീ യു പോക്കർ, അത് എന്തായാലും തിങ്കളാഴ്ച നടത്താൻ തന്നെയാണ് തീരുമാനം എന്നാണ് ഉറപ്പിച്ച് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് കേരളത്തിലെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല എങ്കിൽ പോലും കേരളത്തിൽ ഇത് സംബന്ധിച്ച് കേരള ഗവൺമെൻറ് കഴിഞ്ഞ ഗവൺമെൻറ്റിനേക്കാൾ വളരെ വ്യത്യസ്തമായി മാതൃകാപരമായ ഒരു തീരുമാനം കൈക്കൊണ്ടു. പക്ഷേ ഇതിന് നയപരമായി കേന്ദ്ര സർക്കാർ എടുക്കേണ്ട ഒരു തീരുമാനത്തിലേക്കുള്ള ഒരു സമ്മർദ്ദം എന്ന നിലയിൽ മാത്രമാണ് ഞങ്ങൾ ഈ സമരത്തെ കാണുന്നത്. ശ്രീ വി എസ് ശിവകുമാർ അങ്ങ് ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ, അത്തരം ഒരു സമ്മർദ്ദം കേന്ദ്രത്തിലേക്ക് കൂടി ചെലുത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത തീർച്ചയായും എല്ലാ ഭാഗത്തു നിന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹലോ ഹലോ ശ്രീ വി എസ് ശിവകുമാർ അങ്ങ് ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ. അത് കേട്ടില്ല, എന്താണ് പറഞ്ഞത് കേട്ടില്ല. സ്വാഭാവികമായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ടത്, കേരള സംസ്ഥാനം ചെയ്ത കാര്യങ്ങൾ ഒക്കെ ശരിയാണ്. പക്ഷേ കേന്ദ്രത്തിന് ബോധ്യപ്പെടുത്തേണ്ട ഒരു പ്രതീകാത്മക സമരം എന്ന നിലയിലാണ് സമരം നടത്താൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ട ഒരു ബാധ്യത കൂടി നിലനിൽക്കുന്നില്ലേ സർക്കാരിന്? ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ ഈ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. വിലവർധനവിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. കേന്ദ്ര ഗവൺമെന്റ് സംസാരിക്കേണ്ട ആളുകളുമായി കാര്യത്തിൽ സംസാരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സ്വാഗതാർഹമായ ഒരു തീരുമാനം, നടപടി വളരെ പെട്ടെന്ന് തന്നെ എടുത്തു. ജനങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ്. 108 കോടി രൂപയാണ് ഈ കാര്യത്തിൽ ഈ സംസ്ഥാനത്ത് ലഭിക്കുമായിരുന്ന തുക. അത് നമുക്ക് നഷ്ടപ്പെട്ടത് 400 കോടിയോളം രൂപ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇക്കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നഷ്ടം സഹിച്ചുകൊണ്ട് ഗവൺമെന്റ് തീരുമാനമെടുത്തു, നികുതി വേണ്ടെന്ന് വെച്ചുകൊണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സമീപനമാണുള്ളത്. പ്രധാനമായി ഇപ്പോൾ ഇവിടെ വരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞ് പെട്രോളിന്റെ വില വർദ്ധിച്ചു, അതിനെതിരെ സമരം നടക്കും. പക്ഷെ അത് എല്ലാം അടിച്ചു തകർത്തുകൊണ്ട് ഒരു ജില്ലയിൽ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോൾ 15 ബസ്സുകളെ അടിച്ചു തകർത്തു എന്ന് പറഞ്ഞാൽ ഈ ജനാധിപത്യ രാജ്യത്ത് ഇത് ആരംഗീകരിക്കും? ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. ഇത് മന്ത്രി എന്നുള്ള രീതി എന്റെ വകയോ അല്ലെങ്കിൽ കേൾക്കുന്ന ആൾ, ഇത് പൊതുജനങ്ങളുടെ വകയാണ്. പാവപ്പെട്ട ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, അവർ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വകുപ്പാണ്, ഒരു ഡിപ്പാർട്ട്മെന്റാണ്, ഒരു സ്ഥാപനമാണ്. അപ്പൊ അതൊക്കെ ഇതെല്ലാം കണ്ടത് മുഴുവൻ നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രവണത ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്റെ. ശ്രീ മാത്യു ടി തോമസ്, ഇവിടെ മന്ത്രി വി എസ് ശിവകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയൊരു സമരത്തെ ഏറ്റെടുത്ത് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, പക്ഷേ അത് ചെയ്യുന്നത് ഈ ഇടതുപക്ഷമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 16 തവണ പെട്രോളിന് വില കൂട്ടിയപ്പോൾ ഒരു തവണ മാത്രം അധിക നികുതി ഒഴിവാക്കി കൊടുത്ത ഒരു ഭരണ സംവിധാനം, ആ സംവിധാനത്തിന് നേതൃത്വം നൽകിയവരാണ് ഈ തരത്തിൽ സമരം നടത്തുന്നത് എന്നുള്ളത് ഒരു വിരോധാഭാസമായി നിലകൊള്ളുന്നില്ലേ? ഇവിടെ തീർച്ചയായിട്ടും ഞാൻ അതാണ് പറഞ്ഞത്. ഞങ്ങൾ അധികാരത്തിലില്ല എങ്കിൽ എല്ലാം അടിച്ചു തകർക്കുക എന്നുള്ളൊരു സമീപനം ഒരിക്കലും ഒരു പ്രതിപക്ഷ പ്രസ്ഥാനത്തിന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉണ്ടാകാൻ കഴിയില്ല. ഇവിടെ കേരളത്തില് UDF പ്രതിപക്ഷത്തിൽ നിന്നിട്ടുണ്ട്, ഭരണപക്ഷത്തിൽ നിന്നിട്ടുണ്ട്. ഇത് നേതാക്കന്മാർ തീർച്ചയായിട്ടും ഇത് ചിന്തിക്കുകയും അണികൾക്ക് അത്തരത്തിലുള്ള കർശനമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യണം.
പൊതുമുതൽ നശിപ്പിക്കുകയും പൊതു സ്ഥാപനങ്ങളെ അടിച്ചു തകർക്കുകയും വാഹനങ്ങളെ അടിച്ചു തകർക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. ഈ കാര്യം ഇപ്പോൾ മറ്റന്നാൾ ബന്ദ് പ്രഖ്യാപിച്ചു. ഇതിനെക്കുറിച്ച് വളരെ കർശനമായ നിർദ്ദേശം അണികൾക്ക് കൊടുക്കണം. സമരം നടത്തിക്കോട്ടെ, സമരത്തിൽ നിന്ന് പിന്വാങ്ങണം എന്നുള്ള മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. ഉച്ചയ്ക്ക് തന്നെ ഗതാഗത മന്ത്രി എന്നുള്ള രീതിയിൽ വാഹന പണിമുടക്ക് പിൻവലിക്കണമെന്നുള്ള അഭ്യർത്ഥന വെച്ചിട്ടുണ്ട്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമരത്തിൽ നിന്നും പിന്മാറണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സമരരംഗത്ത് നിൽക്കുന്ന ആളുകളോട് പിന്മാറാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ സമരവുമായി മുന്നോട്ട് പോകുന്നുവെങ്കിൽ സമരത്തിൻ്റെതായ രീതികളുണ്ട്, പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള പല മാർഗങ്ങളുണ്ട്. പക്ഷെ ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. തീർച്ചയായും ഞാൻ മടങ്ങിയെത്താം ശ്രീ വി. ശിവകുമാർ. ശ്രീ മാത്യു ടി തോമസ്, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉയർന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നേരത്തെ ഇടതു സർക്കാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ പെട്രോളിന്റെ അധിക നികുതി ഒഴിവാക്കാൻ തയ്യാറായിരുന്നില്ല സർക്കാർ. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അധിക ഭാരം ചെറിയ തുകയെങ്കിലും സാധാരണക്കാരന്റെ ചുമലിൽ നിന്ന് മാറ്റിക്കൊടുക്കാനുള്ള ഒരു ആർജവം കാട്ടിയ സർക്കാരിനോട് അത് ചെയ്യാൻ മനസ്സു കാട്ടാത്ത ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് നേതൃത്വം നൽകിയിരുന്നവർ ഇങ്ങനെ അക്രമ സമരം നടത്തുമ്പോഴാണ് അത് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാരണവശാലും സമരം KSRTC ബസ് നടത്തുണ്ടാവരുത് എന്ന കാര്യത്തിലാണ് ഞാനും എന്റെ പാർട്ടി ഉറച്ചു നിൽക്കുന്നത്. അതേസമയം ഈ ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് അധിക വിൽപ്പന നികുതി കുറയ്ക്കുക എന്നുള്ളതല്ല. തുടർച്ചയായി പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നടപടി തിരുത്തണമെന്നും ഓയിൽ കമ്പനികളുടെ ഈ പെട്രോളിന്റെ വില നിർണ്ണയിക്കാനുള്ള അവകാശത്തിന് മേൽ യാതൊരു നിയന്ത്രണവും സർക്കാരിനില്ലാത്ത ഒരു ദുരവസ്ഥ. പരിപൂർണമായി ഇത് എണ്ണ കമ്പനികൾക്ക് വിലവകാശം വിട്ടുകൊടുത്തതിൽ നിന്ന് പുറകോട്ട് പോകണമെന്നുള്ള ഒരു ഡിമാൻഡ് ശക്തമായി ഉന്നയിക്കുകയാണ്. അതിൽ എന്റെ വിശ്വാസം UDF വിശ്വാസികളായ ആളുകൾ പോലും ആ മുദ്രാവാക്യത്തോടൊപ്പം എന്റെ വിശ്വാസം. ആ മുദ്രാവാക്യത്തിന് വേണ്ടിയാണ് സർക്കാർ. ശ്രീ മാത്യു തോമസ്, ഇവിടെ വരുന്ന ഇത് എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. സ്വാഭാവികമായി തന്നെ എല്ലാവർക്കും ഈ വില വർധനവിൽ വിഷമവുമുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുന്നു. ഇതിനൊരു കൂട്ടായ സമവായത്തോടു കൂടിയുള്ള ഒരു സമ്മർദ്ദ ശ്രമമല്ലേ വേണ്ടത്? ശ്രമമല്ല, നടപടിയാണ് വേണ്ടത്. ഭരണത്തിലിരിക്കുന്ന ആളുകളും അതിനെ താങ്ങുന്ന രാഷ്ട്രീയവും പെട്രോളിന്റെ വില നിർണ്ണയിക്കാനുള്ള അവകാശം കമ്പനികൾക്ക് കൊടുക്കാൻ പാടില്ല. ആ നയപരമായ തീരുമാനം കോൺഗ്രസും UPM എടുക്കണം. ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളിൽ മൂകസാക്ഷിയായി നിൽക്കുന്ന ഒരവസ്ഥ. ഗവൺമെന്റ് ഇത് കാഴ്ചക്കാരായി നിൽക്കുകയും എണ്ണ കമ്പനികൾ വില നിശ്ചയിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ആ അവസ്ഥയ്ക്ക് എല്ലാ സാഹചര്യവും കോൺഗ്രസ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വില കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വില നിർണ്ണയിക്കാനുള്ള അവകാശം സർക്കാർ തിരികെ എടുക്കണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും. ശ്രീ യു പോക്കർ, അവസാനമായി ഈ ഒരു വിഷയത്തിൽ വളരെ കൃത്യമായി നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു പ്രതീകാത്മക സമരം എന്നുള്ളതിന് അപ്പുറം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമരം ഇതൊരൊറ്റപ്പെട്ട സമരമായി കാണുന്നില്ല. രാജ്യവ്യാപകമായി ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കാനുള്ള അധികാരം എണ്ണ കമ്പനികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടി പുനഃപരിശോധിക്കണം എന്നതിലേക്ക് സഹായകമാകുന്ന രീതിയിൽ രാജ്യത്തൊട്ടാകെ നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ഒരു ഭാഗം അതിനോടൊരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്ന രീതിയിലാണ് ഞങ്ങളിതിനെ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ രീതിയിലുള്ള ഒരു പുനഃപരിശോധന അനിവാര്യമായിരിക്കുന്നു എന്ന ഒരു തോന്നൽ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് ഈ സമരത്തിൻ്റെ ഭാഗമായി. പക്ഷേ ഇതിൻ്റെ മറവിൽ ഒരു സമരം ആഘോഷമാക്കി മാറ്റി ഒരു രാജ്യത്തെ, ഒരു സംസ്ഥാനത്തെ ആകെ നശീകരണ പ്രക്രിയയിലേക്ക് കൊണ്ടുപോവുക എന്ന സമീപനത്തോട് ഞങ്ങൾക്ക് യോജിക്കാനാവില്ല. കേന്ദ്ര ഗവൺമെൻറ് എണ്ണ കമ്പനികളോട് കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നു എന്നതുപോലെ തന്നെയാണ് ഈ സമരരംഗത്തുള്ള അണികളെ കയറൂരി വിട്ടുകൊണ്ടുള്ള ഒരു സമീപനം ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നത്. അത് നിർഭാഗ്യകരമാണ് എന്ന അഭിപ്രായം കൂടി ഞങ്ങൾക്കുണ്ട്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ യു പോക്കറൊപ്പം ഗതാഗത മന്ത്രി വി എസ് ശിവകുമാറൊപ്പം മുൻ ഗതാഗത മന്ത്രി MLAയുമായ ശ്രീ മാത്യു ടി തോമസ് ഈ ചർച്ചയിൽ ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിന്. പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും പ്രതികരണങ്ങൾ അറിയിക്കാം. ഒപ്പം ന്യൂസ് ടുഡേ ജയ്ഹിന്ദ് TV@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലും അഭിപ്രായങ്ങൾ അറിയിക്കാം. ന്യൂസ് ടുഡേ മറ്റൊരു വിഷയവുമായി നാളെ. ജയ്ഹിന്ദ്. News Today, brought to you by Cubix PU Footwear.